വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നല്ല കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വഴുതനങ്ങ ഫ്രൈ ആണ്. ഞാൻ അധികം വഴുതനങ്ങയുടെ റെസിപ്പീസ് ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്, കുറച്ച് സ്പൈസി ആണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് വളരെ വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം. നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ എന്തൊക്കെയാണ് മസാല എടുത്തതെന്നുള്ളത് ഞാൻ പറയാം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിവിടെ ഒരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതിന് ഒരു 4-5 കറിവേപ്പില മതിയാവും കേട്ടോ. ഒരു നുള്ള കടുക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ നമ്മുടെ സാധാരണ ഉഴുന്ന്, ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള ഉഴുന്നെടുക്കാം, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ഉഴുന്നെടുക്കാം. കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ മല്ലി വേണം. അപ്പം എൻ്റെ മല്ലി തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്നലെ പൊടിച്ചു വെച്ചത് തന്നെ അങ്ങനെയുണ്ട്. അപ്പോൾ ഞാനത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, 1 ടീസ്പൂൺ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ മുഴുവനായിട്ടുള്ള മല്ലി ഒരു 1/2 ടീസ്പൂൺ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. എന്നിട്ട് അതെല്ലാം വറുത്തെടുക്കണം. കുറച്ച് എണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി. നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഏറ്റവും ടേസ്റ്റ് നല്ലെണ്ണയാണ്. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ വരണ മാതിരി നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അത്രയും മതി, നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിലല്ലേ ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ഓൾറെഡി ചൂടായി. നമുക്ക് ഇതിലേക്ക് കടലപ്പരിപ്പ്, ഉഴുന്ന്, അതേമാതിരി എള്ള, മല്ലി, അതുമാതിരി ഉലുവ, കടുക് ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില, വറ്റൽമുളക്. ഇതൊരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്ന വരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അറിയാലോ, കറിവേപ്പില ഒന്ന് ക്രിസ്പായിട്ട് വരും. അതേമാതിരി ഇതിൻ്റെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ മിക്സ്ചർ ഏകദേശം ഒന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരുന്നുണ്ട്. കരിയണ്ട, കരി കഴിഞ്ഞാൽ എൻ്റെ ടേസ്റ്റ് മാറും. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് പൊടിച്ച് എടുക്കാം. ഞാനിവിടെ വഴുതനങ്ങ ഹാഫ് മൂൺ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് നീളത്തിൽ നല്ല ദശയോടെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1-2 ടീസ്പൂൺ. ഇതിലേക്ക് ഞാൻ നമ്മുടെ വഴുതനങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇതേ മസാല നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റഫ് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, വെണ്ടയ്ക്ക 4ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ മസാല തേച്ച് പിടിപ്പിക്കുക ഉള്ളിലേക്ക്. എന്നിട്ട് നിങ്ങൾക്ക് അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കാം. ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ആ പൊടി എല്ലാവിടേക്കും ഒന്ന് എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ഇളക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര സോഫ്റ്റായി പോകും. അതിന് മുന്നേ തന്നെ ഇളക്കിയെടുക്കുന്നതാണ് നല്ലത്. പിന്നെ പൊടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു നുള്ള ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിതൊന്ന് അടച്ചു വയ്ക്കാൻ പോവാണ്. ഇതൊന്ന് വെന്ത് വരണം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്, ഡിഫറെൻറ്റ് ടേസ്റ്റുള്ളൊരു സംഭവമാണ്. അപ്പം ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ബൈ ബൈ.